ഇപ്പോൾ സലിം മാലിക് കൂടി ചേരുന്നുണ്ട്. സലിം മാലിക് ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ നൽകും. ചോദ്യം ചെയ്യലിൽ ഭാവഭേദമില്ലാതെ അച്ഛനും അമ്മയും അമ്മാവനും മുത്തശ്ശിയും ഇപ്പോഴും പോലീസിന് മുൻപിൽ ഇരിക്കുന്നുവെന്നാണ് സലിം അറിയിക്കുന്നത്. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ എന്ന് പോലീസിനോട് കുരുന്നിന്റെ അമ്മാവൻ പറയുന്നു. രണ്ടാം വട്ട ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സലിം മാലിക് വിശദാംശങ്ങൾ നൽകും. അതായത് സലിം ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല ഈ കസ്റ്റഡിയിലുള്ള 4 പേരും എന്നാണോ സലിം? ഉന്മേഷ്, ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ പോലീസിനെ കുഴയ്ക്കുന്ന നിലയിലാണ് ഇവരുടെ മറുപടികൾ എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ 4 പേരും ഒരു ഭാവഭേദവുമില്ലാതെയാണ് പോലീസിന് മുൻപിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സ്വന്തം കുഞ്ഞു മരിച്ചതിന്റെ വിഷമമോ മറ്റോ ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. മാത്രമല്ല, ആ കുഞ്ഞിന്റെ അമ്മാവൻ പോലീസിനോട് പറഞ്ഞത് അതിൽ ദുരൂഹതയുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിക്കോളൂ എന്നാണ് പോലീസിനോട് പറയുകയും ചെയ്തത്. മാത്രമല്ല, 4 പേരും പറയുന്നത് 4 തരം മറുപടികളാണ് എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശ്നമായി മുൻപിലുള്ളത്. അത് കുട്ടി മരിച്ച സമയം എപ്പോൾ എന്നറിഞ്ഞാൽ മാത്രമേ പോലീസിന് മറ്റൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അതല്ലെങ്കിൽ രണ്ടാം വട്ട ചോദ്യം ചെയ്യലിൽ ഇവരിൽ നിന്നും കൃത്യമായ എന്തെങ്കിലും സൂചന ലഭിക്കണം. നിലവിൽ ഈ കസ്റ്റഡിയിലുള്ള 4 പേരിൽ ആരോ ഒരാളാണ്, അതല്ലെങ്കിൽ ഒരാളും മറ്റൊരാളും ചേർന്നാണ് ഈ കൊലപാതകത്തിലേക്കെങ്കിൽ അങ്ങനെ നടത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. പക്ഷേ അതിനെ സാധൂകരിക്കാൻ പോകുന്ന തെളിവുകൾ പോലീസിന് പക്കലില്ല. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം, പ്രാഥമിക റിപ്പോർട്ട് വന്നതിന് ശേഷം എപ്പോഴാണ് ഈ വെള്ളം കുടിച്ചാണോ മരിച്ചത്, അതല്ല ശ്വാസം മുട്ടിച്ചാണോ കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിലൊരു തീരുമാനമായതിനു ശേഷം മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോലീസിനെ കടക്കാൻ കഴിയൂ. നിലവിൽ ഈ പ്രധാനമായും 4 പേരും പറയുന്ന 4 മൊഴികൾ, അത് കുട്ടി ആരോടൊപ്പം കിടന്നു എന്നുള്ളതിലാണ് സംശയം. കുട്ടിയുടെ അമ്മ പറയുന്നത് തനിക്കൊപ്പമായിരുന്നു കിടന്നത്, പക്ഷെ അതിനുശേഷം അച്ഛനടുത്തേക്ക് കിടത്തിയതിനു ശേഷമാണ് താൻ ഉറക്കമുണ്ടെന്ന് പോയത് എന്നുള്ളതാണ്. അതിനുശേഷം അതേ അമ്മ തന്നെ പിന്നീട് പറയുന്നു കുഞ്ഞിന്റെ അമ്മാവനൊപ്പമാണ് കിടന്നത് എന്ന്. അമ്മാവന്റെ മൊഴി അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഒരു മുറിയിലാണ് ഈ കുട്ടിയും മറ്റ് മൂത്ത കുട്ടിയും കിടന്നത് എന്നുള്ളതാണ്. ഒരാൾ താഴെയും മറ്റൊരാൾ കട്ടിലുമായാണ് കിടന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ പോലീസ് നിലവിൽ അല്പമെങ്കിലും വിശ്വാസത്തിലെടുക്കുന്ന മൊഴി കുട്ടിയുടെ മുത്തശ്ശിയുടേതാണ്. മുത്തശ്ശി പറയുന്നത് സത്യമാണ് എന്നുള്ള നിലയിലാണ് പോലീസ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത്. ബാക്കി 3 പേരും കള്ളം പറയുന്നുണ്ടോ, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം പോലീസിന് മുൻപിലുണ്ട്. മാത്രമല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ കണ്ട സ്വാഭാവികമായ ചില കാര്യങ്ങൾ അതെന്തിന് എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല, സാമ്പത്തികമായി ബന്ധപ്പെട്ട ബാധ്യത എന്ന് കൂടി അന്വേഷിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഈ 2 പേരുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ബാങ്ക് ഇടപാടുകൾ ഉൾപ്പെടെ പരിശോധിച്ച് വരികയാണ് പോലീസ്. ആരുമായിട്ടൊക്കെയാണ് കടമിടപാടുള്ളത്, കഴിഞ്ഞ ദിവസം 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന പരാതി പറഞ്ഞത് എന്തിന്, ആ വ്യാജ പരാതി നൽകിയത് ആരിൽ നിന്നെങ്കിലും രക്ഷ നേടാനാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊരു പ്രതീതി ആ വീട്ടിൽ വരുത്തി തീർക്കാൻ ഇവർ ശ്രമിച്ചു. പക്ഷേ അങ്ങനെ ഒരു ശ്രമം നടത്തിയിൽ അത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണോ എന്ന് പോലീസ് സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി അവിടെ കണ്ട കയറുകൾ, ഒപ്പം തന്നെ മണ്ണെണ്ണ തുടങ്ങിയ കാര്യങ്ങൾ, അത് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണോ എന്നും പോലീസ് സംശയിക്കുന്നു. അങ്ങനെയെങ്കിൽ അത്തരത്തിലൊരു ആസൂത്രിത സ്വഭാവം ഈ കൊലപാതകത്തിനുണ്ട് എന്നുള്ളതും പോലീസ് കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ അതല്ലെങ്കിൽ ഈ മൊഴികളിൽ ഏതെങ്കിലും തരത്തിലൊരു പോയിന്റോ ലഭിച്ചാൽ മാത്രമേ പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയൂ. ഉന്മേഷ്, ശരി. സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ദുരൂഹത നീക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്.